സ്വപ്നം കാണാറുണ്ടോ നീ? സോ ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു സീരീസ്, എന്താ പറയാ, വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് എൻ്റർ ചെയ്യുന്നില്ല. നമ്മൾ തോന്നുമ്പോൾ വീഡിയോ ചെയ്യും, ഒരു എന്റർടൈൻമെന്റ് പേർപ്പസ് എന്നുള്ള രീതിക്ക് മാത്രമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിന് 200 വ്യൂസ് കിട്ടി ഗൈസ്, 200 വ്യൂസ്. അപ്പോൾ നമ്മളിതാ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. കോഴിക്കോട് ഫോക്കസ് മോൾ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മോളാണ്. എന്നിരുന്നാൽ പോലും ഷോപ്പിങ്ങിന് വന്നേക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. സോ നമ്മളിതാ മുഹമ്മദിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. Got some new watches. മുഹമ്മദ് പുതിയ സാധനം എടുത്തതിന് അടുത്ത ബക്കറ്റ് ലിസ്റ്റ് സെറ്റ് ചെയ്ത്. കാസിയോന്റെ ഒരു ക്ലീൻ സാധനങ്ങളൊക്കെ ലൈക്ക് ദിസ് വൺ ഗൈസ്. താഴത്തൊന്നു അങ്ങനെയല്ല, മിററിലോട്ട് മുഹമ്മദ് ന്യൂ വാച്ച്. ഫൈനലി നമ്മള് മുഹമ്മദിന്റെ പുതിയൊരു വാച്ച് കളക്ഷൻ. ഒന്നാമത്തെ കളക്ഷൻ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ഇവിടെ. അടുത്ത സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉള്ള എക്സ്പാൻഷൻ മുഹമ്മദ് പെരുന്നാള് കൊണ്ടുപോയി. നമ്മുടെ ഫോക്കസ് മോളിലുള്ള എക്സ്പാൻഷക്ക് പിന്നെ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കോസ്റ്റ്യൂം റേറ്റ് ഔട്ട് ഓഫ് 10. നീ ഷർട്ട് വാങ്ങിക്കുന്നില്ലല്ലോ, ഷർട്ട് ഓൾറെഡി വാങ്ങിച്ചത്. അപ്പൊ അതിനൊന്നും ചേരുവല്ലേ? യെസ്. ഫോക്കസ് ഔട്ട് ഗൈസ്. ലുക്ക് ലൈക്ക് റേറ്റ് മീ ഔട്ട് ഓഫ് 10. ഫൈനലി 2 പാന്റ് എടുത്തിരിക്കുന്നു നമ്മുടെ മുഹമ്മദ്. കുറെ കളക്ഷൻസ്, നല്ല കളക്ഷൻസ് ആണ്, ഡീസന്റ് പ്രൈസിങ്. നമ്മളെ പ്രൊമോഷൻ ആയിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. സോ ഫൈനലി ഇതാ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ നേരെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മാക്സ് ഉണ്ട്. ആദ്യമൊക്കെ ഒരാൾക്കും വേണ്ടാത്തൊരു മോളായിരുന്നടാ ഇത്. എവിടേക്ക് പോണ ഇപ്പഴങ്ങനെ ഒന്നല്ല. ഇപ്പൊ ഹസ്ബൻഡ്സ് ഒക്കെ റീസെന്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിലൊരു ചരിത്രം ഉണ്ട്. എന്തെന്നറിയോ? കേരളത്തിലെ ആദ്യത്തെ മോളാണ് ഫോക്കസ് മോള്. കേരളത്തിലെ ആദ്യത്തെ മോള് ഉണ്ടയാണ്. കേരളത്തിലെ ആദ്യത്തെ മോള് ഏതാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഹ്യൂജ് മാർക്കറ്റിംഗ് ഈസ് ഗോയിങ് ഓൺ ഹിയർ. ആൾക്കാരെ കിട്ടാനില്ല. അവിടെ പോകാൻ പറ്റും, ഷൈവേഴ്സിൽ പോകാൻ പറ്റുമോ? ഓ, ഷൈവേഴ്സിൽ പോകണം. സെറ്റ് സാധനം കാണിച്ചു. എന്തരാ ചായവേഴ്സിൽ എന്തോ മുഹമ്മദ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ സംഭവം? അടുത്തുള്ള ചായവേഴ്സിന്റെ അടുത്ത് എന്തോ സർപ്രൈസ്. ചായവേഴ്സിന്റെ അടുത്ത് ബർഗർ ലോഞ്ച് ആണല്ലോ. സോ നമ്മള് ഇവിടുന്ന് മോളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അതിന്റെ ഇടയിൽ മാർക്കറ്റിങ്ങിന്റെ കാര്യം, ഒരു പെർഫ്യൂമിന്റെ അടുത്ത് വന്നിട്ട് പെർഫ്യൂം എടുത്തോന്ന് പറഞ്ഞു. ഇൻട്രോവേർട്ട് അടിച്ച് ഓക്കെ, നമ്മള് ഇറങ്ങാം. സോ ദിസ് ഈസ് ഫോക്കസ് മോൾ. നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ നേരെ ബീച്ചിൽ പോവാണ്, ചായവേഴ്സിന്റെ അടുത്തേക്ക് അല്ലേ? പോയിരിക്കല. അപ്പൊ ഓൺ ദ വേ ആണ് ഗൈസ്. കോഴിക്കോട് നഗരവീതിയിലൂടെ ഞങ്ങൾ ഇതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ ഫുള്ള് തിരക്കാണ്. എടാ കൊണച്ച അജുബൈന്റെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അജുബൈനെ അറിയാവോ? എന്റെ മൊബൈല് കോള് വരണ്ടോ? ഓക്കെ. അപ്പൊ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഭയങ്കര തിരക്കാണ്. ഒരു 1/2 കിലോമീറ്റർ പോണെങ്കിൽ പോലും നമ്മള് ഈ ബ്ലോക്കൊക്കെ താണ്ടി അതെയും താണ്ടി ഇതെയും താണ്ടി ഇങ്ങനെ താണ്ടിതാ പോണം. ഫുള്ള് ബ്ലോക്ക്. ആരൊക്കെ റോട്ടിൽ കൂടി വരുന്നുണ്ട്. ബൈ, നിങ്ങളത് കാണുന്നുണ്ടോ? ആരാത്? മാർച്ച് 19 എവർ വെയിറ്റഡ് സാധനം നോയമ്പായത് കൊണ്ട് ഞാൻ എന്താന്നൊന്നും പറയുന്നില്ല. ഇഫ് യു നോ യു നോ, ദാറ്റ്സ് ഇറ്റ്. നമ്മള് മാർച്ച് 19 ഇതൊക്കെ ഒരു രസല്ലേ? പക്ഷേ ഇങ്ങനെ പോവാ നമ്മള് ബീച്ചിലോട്ട് എത്തുമോന്നൊന്നും അറിയില്ല, നല്ല ബ്ലോക്കാണ്. So if you guys are seriously looking for OG watches and perfumes,
ദാറ്റ് വുഡ് ബി ഹൈലി റെക്കമെൻഡഡ് ഫോർ യു. ബിക്കോസ് ഒരു കാക്ക മൂപ്പര് എവിടെ നിന്നൊക്കെ സാധനം കളക്ട് ചെയ്തിട്ട് സാധനം കോഴിക്കോട് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഈ റോഡിന്റെ പേരെന്തുകൊണ്ടായിരുന്നു ഞാൻ മറന്നുപോയി. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ക്ലോത്ത് സാധനങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ വരുന്നത്. കണ്ടില്ല എന്ന് പറയണ്ട. തന്നെ ഹെദി ഫുഡ് എന്നെ വിളിക്കുന്നു. നൈദി എന്നെ വിളിക്കുന്നുണ്ട്. മുഹമ്മദ് നൈദി കോളിങ് മീ. വേണ്ട, സംസം വിളിക്കുന്നുണ്ട് എന്നെ. ജസേ വാന്ന്. ഇങ്ങനെ കുറെ കടകൾ നമ്മൾ വിളിക്കും, പക്ഷെ നമ്മൾ പ്രകോപരാവരുത്. മലയാളം പറയാൻ കുറച്ച് കഷ്ടമാണ്. സ്വപ്നം കാണാറുണ്ടോ നീയോ? ദിസ് ഈസ് ഫേമസ് ഭാസ്കരേട്ടന്റെ മിൽക്ക് സർബത്ത് കട. And this is all transport. Two stroke guys. Left. അങ്ങനെ നമ്മളിത് 16 യൂട്ടേണുകൾക്ക് ശേഷം കറങ്ങിത്തിരിഞ്ഞ ഒരു ബ്ലോക്കില്ലാത്ത സ്പോട്ടിലോട്ട് എത്തി. അവിടെ നിന്ന് റൈറ്റ് എടുത്തോട്ടോ. ആ ലൈറ്റില് നമ്മുടെ കുറ്റിച്ചിറ റൂട്ട്. ഇതാണ് നമ്മുടെ വെല്യങ്ങാടി അല്ലെങ്കിൽ ഹൽവ ബസാർ, ഇങ്ങനെ കുറെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ കുറ്റിച്ചിറ റോഡാണ്. പഴയ ട്രഡീഷണൽ ആൻഡ് എസ്തറ്റിക് ഒരു അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പോപ്പുലർ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ഹോട്ടൽ, പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സാധനം. ഇത് നമ്മുടെ ജാഫർ ഖാന്റെ സോയാബീൻ ഫ്രൈ. കഴിക്കണം. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് കൂൾ ആൻഡ് അവക്കാഡോ ജ്യൂസ്, പിന്നെ ഇടയിലെ ഹോട്ടൽ, ചാമ്പ്യൻസ് ഹോട്ടൽ. സത്യം പറഞ്ഞ ഇതൊക്കെ ഞാൻ ഇപ്പോഴേ പറഞ്ഞു തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യത് അവിടം വരെ ഫോൺ ഇങ്ങനെ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. ഇവനാണെങ്കിൽ എല്ലാ ബ്ലോക്കിലും കറക്റ്റ് തേടി പിടിച്ചിട്ട് കൊണ്ടുപോയി വെച്ചു. സോ ദ കിസ കഫേ, അങ്ങനെ കുറെ ഫുഡ് സ്പോട്ട് ഉണ്ട്. അതിന് കൂടെ ഡ്രസ് ഉണ്ട്, എല്ലാ സാധനം. ഒരു പഴയ മാർക്കറ്റ്. പിന്നെ നമ്മുടെ മെയിൻലി പറയുകയാണെങ്കിൽ കുറ്റിച്ചിറ കുളം. മുഹമ്മദ് കുറച്ച് സ്പീഡ് പോകുന്നാൽ നമുക്ക് എല്ലാം കവറപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. വേണ്ട ഗൈസ്, പറ്റുവാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ കാണിച്ചു തരാം. ഈ ഇടയിലെ ഹോട്ടൽ എന്ന് പേര് വീഴാൻ കാരണം ഇതിന്റെ ഇടയിലാണ് ഹോട്ടൽ ഉള്ളത്. സോ ഫണ്ണിയാ. പിന്നെ നമ്മുടെ സ്വന്തം കുറ്റിച്ചിറ കുളം ആൻഡ് ചാമ്പ്യൻസ്. ലെഫ്റ്റ് പിടിച്ചോ. Oh, this is so beautiful. People are waiting here and doing something. Oh my mum bim come bim. Hello honey bunny. എന്താണെന്ന് അറിയില്ല, നല്ല മൂടാണ്. ഒരു ഫുള്ളി പീസ്. എന്റെ മമ്മ കുറ്റിച്ചിറ കോളം എപ്പോഴും ഇതേപോലെയാ. ഓവർ ക്രൗഡഡ് ആയിരിക്കില്ല, പക്ഷെ ഇത് നോയമ്പായതുകൊണ്ടാണ് ഇത്രയ്ക്കും ഓവർ ക്രൗഡഡ് ആയിട്ടല്ല, എന്നാൽ പോലും ഫുള്ളി പാക്ഡ് ആണ്. ബട്ട് അല്ലാത്ത സമയങ്ങളിൽ രാത്രി കോഴിക്കോട് ഒരു പീസ്ഫുൾ ആയിട്ട് വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ, മൈൻഡ് ഔട്ടൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ കുറ്റിച്ചിറ കുളം ഈസ് 100% റെക്കമെൻഡഡ് ഗൈസ്. ഞാൻ ഇങ്ങനെ വളവള അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ കേൾക്കുമോന്നൊന്നും അറിയില്ല, ബുള്ളറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് എനിവേ വി ആർ റിട്ടേണിംഗ് ടു അവർ ഹോം ബിക്കോസ് ഓഫ് സം ക്ലൈന്റ് കോൾസ് ആർ ദേർ. പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, വീട്ടിൽ പോവാൻ. നമ്മളിത് തട്ട് ദോശയും നല്ല ചമ്മന്തിയും ചിക്കൻ പൊരിച്ചതും. വൈബ് ഏത് മൂഡ്.